എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏറ്റവും പുതിയ ചിത്രത്തിലെ ഒരു സംഗീത സംവിധായകനാണ് ഇന്ന് നമുക്കിവിടെ അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. ചിത്രം പുതിയതാണ്, സംഗീത സംവിധായകൻ ഒരുപാട് ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമുക്ക് പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്. അധികം ആമുഖങ്ങളൊന്നും പറയേണ്ട ഒരാവശ്യമേ ഇല്ല. ഞാൻ ഈ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് നമ്മുടെ അതിഥി, ആരാണ് ഈ മികച്ച സംഗീതജ്ഞനെന്ന്. സ്വാഗതം ചെയ്യാം നമുക്ക് പ്രിയങ്കരനായ മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ. ഗോപി, വെൽക്കം. നമ്മൾ ഇതിനു മുമ്പ് ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്, രസകരമായിട്ടുള്ള ഇന്റർവ്യൂസ്. അപ്പോൾ എന്തായാലും ജമുന പ്യാരി എന്ന ചിത്രത്തിലെ വിശേഷങ്ങൾ ചോദിക്കാനാണ് ഇപ്പം ഞാനിവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, പിടിച്ചിരുത്തിയിരിക്കുകയാണ്, അനങ്ങാൻ പാടില്ല, അത് കഴിയണ വരെ. അപ്പോൾ എന്തായാലും ഗോപി സുന്ദർ എന്ന സംഗീത സംവിധായകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു, ഒരു അവതാരക രീതിയിൽ എനിക്ക് തോന്നുന്നത്, ചിത്രം റിലീസ് ആവുന്നതിന് മുമ്പേ തന്നെ പാട്ടുകൾ ഹിറ്റാവുന്ന ഒരു സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ, അല്ലേ? അങ്ങനെ ഹിറ്റ് പാട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ. അങ്ങനെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് അങ്ങനെ സ്വയം തോന്നാറുണ്ടോ? തോന്നിയിട്ടില്ല. കാരണം എന്താ പറയുക, ചില പാട്ടുകൾ ഹിറ്റാവുന്ന അതിൻ്റെ വിഷ്വൽ, അതായത് ചിത്രീകരിച്ചിരിക്കുന്ന രീതി കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിനെല്ലാം മുമ്പ് തന്നെ ആ ട്യൂൺ കേട്ടിട്ട് അല്ലെങ്കിൽ ആ പാട്ട് കേട്ട് തന്നെ ഹിറ്റാവുന്നത് ഗോപി സുന്ദറിൻ്റെ പാട്ടുകളാണെന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമില്ല. കാരണം സിനിമ ഹിറ്റായില്ലെങ്കിൽ എൻ്റെ പാട്ട് ഉറപ്പായിട്ട് ഹിറ്റാവും. അല്ല, പടത്തിന് വേണ്ടി ചെയ്യുന്ന പാട്ടുകളാണ്. പടത്തിനോടൊപ്പം തന്നെ പാട്ടുകൾ ഹിറ്റാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ പടത്തിന് മുമ്പേ പാട്ട് ഹിറ്റാവുന്നതിൽ എനിക്ക് വളരെ ബോണസാണ്. അത് പ്രേക്ഷകരെ അംഗീകരിക്കുന്നു. പാട്ടായിട്ട് തന്നെ എൻ്റെ പാട്ടുകൾ തന്നെ കുട്ടികളെല്ലാവരും പാടുന്നു. ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്, അല്ലേ? അപ്പോൾ ഇതിലും ജമുന പ്യാരിയിലെ ഏറ്റവും വലിയ പ്രത്യേകത വാസൂട്ടൻ എന്ന് പറയുന്ന ഒരു പാട്ട്, ഒരു തൃശ്ശൂർ സ്ലാങ്ങിലുള്ള ഒരു പാട്ട് സിനിമ റിലീസാവുന്നതിന് മുമ്പേ തന്നെ ഭയങ്കര ഹിറ്റായി എന്നുള്ളത്. അതും കുട്ടികളുടെ ഇടയിൽ വളരെയധികം ആക്സെപ്റ്റൻസ് കിട്ടിയ ഒരു ഗാനം. അത് പടം ഒരുപാട് കാലമായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ ആയിരുന്നു. അതായത് ഏതെങ്കിലും ഒരു, പലപ്പോഴും ഞാനൊരു പാതി തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ അച്ഛൻ തൃശ്ശൂർ, അമ്മ എറണാകുളത്താണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് മനസ്സിലുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലാ സിനിമയിലും എന്താ പറയുക, ഡയലോഗിൽ സ്ലാങ് കൊണ്ടിരുന്നു, എല്ലാത്തിലുണ്ടോ തിരുവനന്തപുരം സ്ലാങ്, മറ്റേ സ്ലാങ്, ഈ സ്ലാങ് ഒക്കെ. പക്ഷെ പാട്ടിൽ ആ ഒരു സ്ലാങ് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് ഉണ്ടായിരുന്നു. ഒരു തമാശ പോലെ ഞങ്ങൾ ചില ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടൊക്കെ രീതിയിൽ ഞങ്ങളിങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും മനസ്സിൽ വന്നിട്ടുള്ള കാര്യം, എന്തുകൊണ്ടൊക്കെ ഒരു പാട്ട്, ഒരു ട്യൂൺ, തൃശ്ശൂരുകാർ സംസാരിക്കുമ്പോൾ അതിന് ഒരു പാട്ട് പോലെയാണ്. ഒരു രാഗം അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ട്, ഒരു കേർവ്സ് ഒക്കെ ഉണ്ട്. അതെനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അത് എനിക്ക് വളരെ ഈസി ആയിട്ട് വഴങ്ങുന്ന ഒരു സ്ലാങ് ആയതുകൊണ്ട് തന്നെ അത് സംസാരിച്ചപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ആ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാക്കണാവേ, എന്തുട്ടത് അമുട്ട പൊട്ടി പൊട്ട പൊന്തി, എന്തുട്ട ചെയ്യാക്കി ഇവിടെ വന്നു, എന്തുണ്ടാക്കണാവേ, എന്തുട്ടത്, ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ ചില ലൈൻസ് ഒക്കെ ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ എന്തുണ്ടാക്കടാവേ എന്തുട്ടത് എൻ്റെ ലൈൻ തന്നെയാണ്. പിന്നെ ഹരി ആയാലും ഇംപ്രൊവൈസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ലൈൻസ്. സോ അതൊരു എന്താ പറയാ, ഇങ്ങനൊരു സിനിമ വന്നു, ജമുന പ്യാരി എന്ന സിനിമയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഡയറക്ടറോട് സജസ്റ്റ് ചെയ്തു, എൻ്റെ മനസ്സിൽ ഒരുപാട് കാലമായിട്ടുള്ള ഐഡിയ ആണ് ഒരു തൃശ്ശൂർ സ്ലാങ്ങിലൊരു പാട്ട്. തൃശ്ശൂരിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് പാട്ടുകളുണ്ട്, പൂരങ്ങളുടെ നാട്, അങ്ങനെ പല പാട്ടുകളുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു തൃശ്ശൂർ സ്ലാങ്ങിൽ ഒരു പാട്ട് ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ആ ഒരു പുതുമയ്ക്കാണ് ആ ഒരു ഹിറ്റ് എനിക്ക് സ്മെല് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കുട്ടികളും എല്ലാവരും ആയിട്ട് പാടുന്നു. തൃശ്ശൂർ പോയി കഴിഞ്ഞപ്പോൾ എല്ലാ ഓട്ടോറിക്ഷകളിലും ഈ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അതെ, അപ്പോൾ തൃശ്ശൂർ എല്ലാ ഓട്ടോക്കാർക്കും എന്താ പറയുക, വലിയൊരു നന്ദി. ഈ പാട്ട് ഇത്രയും ഒരു ഹിറ്റാക്കി. ആര് സ്റ്റേഷനിൽ ഇറങ്ങി ഓട്ടോ കയറിയാലും ഈ പാട്ട് കേൾക്കാതെ ഒരു വീട്ടിൽ പോകില്ല. അത്രയധികം ഈ പാട്ട് ഒരുപാട് വാസുട്ടന്മാർ നമുക്ക് തൃശ്ശൂർ ജില്ലയിലുണ്ട്. അപ്പോൾ ഈ പാട്ട് ഐ ഡെഡിക്കേറ്റ് ഫോർ എൻറ്റയർ തൃശ്ശൂർ പീപ്പിൾ, അല്ലേ? അതേപോലെ ഒരു പുതിയ ട്രെൻഡ് കൊണ്ടുവരാൻ സാധിച്ചു ഈ ഒരു പാട്ടിലൂടെ. അതിപ്പോൾ ഈ ഒരു പാട്ടിലെന്നല്ല, ഇപ്പം എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഒരു പ്രണയഗാനത്തിൻ്റെ ഇതിലായാലും ഒരുപാട് പുതിയ രീതിയിലുള്ള പാട്ടുകൾ അല്ലെങ്കിൽ പുതിയ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള വ്യക്തിയാണ് ഗോപി സുന്ദർ. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു പുതിയ സ്ലാങ്ങിലുള്ള ഒരു ഒരുപാട് ഐഡിയാസ് വരുന്നുണ്ട്. അതിപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഓരോ ഐഡിയാസ് നമുക്ക് ആ സമയത്ത് തോന്നിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ഗോപിയുടെ മനസ്സിൽ തോന്നിയ ഐഡിയ ആണ് ഇങ്ങനത്തെ സ്ലാങ്ങിൽ ഒരു പാട്ട് ഇറക്കണം. അത് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ ഉള്ള മനസ്സ് കാണിച്ച സംവിധായകനും. അതെ, ഏറ്റവും വലിയ മാത്രമല്ല ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നെ കാണിച്ചു. നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് വന്ന ലൈൻ എന്ന് പറഞ്ഞാൽ, തൃശ്ശൂർ പൂരം കണ്ട വേണ്ടത്തല്ലേ, എന്റെ വാലുമ്പോ പൊട്ടിക്കണ്ട കൊണ്ട് 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 കണ്ടെത്തുമ്പോ പെട്ടെന്ന് ഓടിട്ടാ. ഇതാണ് ആദ്യം ഞാൻ പാടിക്കൊടുത്തത്. ഇത് കേട്ടപ്പോൾ തന്നെ ഡയറക്ടർ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. തോമസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വെച്ചൊരു പാട്ട് ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഒരു പാട്ടിലോട്ട്. പിന്നെ എന്തുകൊണ്ടാക്കട എന്തുകൊണ്ടത്, അതൊരു
ഏതൊരു തൃശ്ശൂർക്കാരനും അറിയാവുന്ന ഒരു സംഭവമാണ്. എന്തുണ്ടെങ്കിലും അവർ ചോദിക്കും. ഒരു ചോദ്യം ഉള്ള ഒരു എല്ലാവരും ചോദിക്കുന്നവരാണ്. അപ്പൊ ഇങ്ങനെ എന്തിനാ ഇപ്പൊ ചെയ്തത്, ഇപ്പൊ ബാങ്കിൽ പോയി പൈസ എന്തിനാ പൈസ എന്തുടന്ന് ചെയ്യണേ, ആ ഒരു സ്ലാങ് എല്ലാത്തിനും എന്തെങ്കിലും ഒരു ചോദിക്കണം. അതെ. അപ്പൊ അങ്ങനെയുള്ളൊരു ഇതിൽ നിന്നാണ് അങ്ങനെ ഒരു പാട്ടുണ്ടാകുന്നത്. സോ അത് ഈ പടത്തിൽ ശരിക്കും വർക്കൗട്ടായി. ശരിക്കും പടത്തിന്റെ ഫസ്റ്റ് ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ തന്നെ ആ പാട്ട്, ഇങ്ങനെ ഒരു പാട്ടിലൂടെ ആ പടം അറിയപ്പെട്ടതിൽ ഞാൻ ഒരുപാട് അതേപോലെ ഈ പാട്ടിൽ എന്താ പറയാ, വാസുട്ടൻ എന്നുള്ള ഒരു കഥാപാത്രത്തിന്റെ പേര് വന്നതോടുകൂടി ചാക്കോച്ചനും ഭയങ്കര എന്താ, ഓൾറെഡി ഹിറ്റാണ് ചാക്കോച്ചൻ, പക്ഷെ കുട്ടികളുടെ ഇടയിൽ അതൊരു ഭയങ്കര ഒരു എന്താ പറയാ, അവരെപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന പാട്ട് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ തുടങ്ങി. റിലേറ്റഡ് ആയിട്ടുള്ള സോങ്സ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും പല ഹിറ്റ് ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ ക്യാരക്ടറുമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വളരെ സേഫ് ആണ്. വാസുട്ടൻ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ഏതെങ്കിലും കൊച്ചുകുട്ടി കേട്ടെ ഇനിയിപ്പോ ചാക്കോച്ചനെ കാണുകയാണെങ്കിൽ വാസുട്ടാന്ന് വിളിക്കും. അത്തരത്തിൽ ആ പാട്ട് ഇപ്പൊ ജോണി വന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ദുൽഖർ കണ്ടത് ജോണി ഞങ്ങള് വന്നു എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. ദുൽഖർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സോ അത് അനുഗ്രഹീതമായ ഒരു മൊമെന്റ് ആണ്. അതിപ്പോ സുരാജേട്ടൻ വന്നപ്പോഴും ഇന്റർവ്യൂവിന് വന്നപ്പോഴും ജമുന പ്യാരിയുടെ ഇന്റർവ്യൂവിന് തന്നെ വന്നപ്പോൾ സുരാജേട്ടൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ 2 വയസ്സുള്ള മോള് ഇപ്പൊ ആ പാട്ട് അത് അവളുടെ മനസ്സിൽ വരെ കയറി സ്ഥാനം പിടിച്ച ഒരു പാട്ടായിട്ട് അത് മാറി. സിംപ്ലിസിറ്റിയാണ് പാട്ടിലധികം ചിന്തിക്കാതെ വളരെ ഈസി ആയിട്ട് എൻജോയ് ചെയ്ത് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടുകളുള്ള ഒരു പാട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യായിരിക്കും. ആ പാട്ടിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഒന്നും ചിന്തിക്കാതെ വെറുതെ കേൾക്കുക, എൻജോയ് ചെയ്യുക. ആ പടം, ഇങ്ങനെ ഒരു പടം വരുന്നുണ്ടെന്ന് അറിയുന്ന തന്നെ ആ പാട്ടിലൂടെ. സോ അത് ഒരു വലിയ ഭാഗ്യം. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഐഡിയാസ് മനസ്സിൽ ഉള്ളപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ സ്ലാങ് ഉള്ള പാട്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ മറ്റൊരു ഗാനം കൂടി ഉണ്ട് ഈ ചിത്രത്തിൽ. പക്ഷെ ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ വരുമ്പോൾ അതിങ്ങനെ അത് ഓൾറെഡി എന്താ പറയാ, അത്രയും ഒരു സിനിമ വരാൻ വേണ്ടി ഗോപി ഇങ്ങനെ കാത്തിരിക്കും. ഇല്ല, അങ്ങനെ കാത്തിരിക്കുന്നില്ല. പടങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഭഗവാൻ നമ്മളെ കൊണ്ട് ആ സമയത്ത് ചില തീരുമാനങ്ങളും ചില തോന്നലുകളോ നമ്മളുടെ ചില തോന്നിവാസങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. മ്യൂസിക്കിലൂടെ പുറത്തു വരുന്നത് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ വർക്കൗട്ടായി. കാരണം ഒരു സംഗീത സംവിധായകൻ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം ശരിക്കും ഇല്ല. കാരണം അതൊരു ആൽബമായിട്ട് ഇറക്കാം, അല്ലെങ്കിൽ ഒരു എൻ്റെ ഒരു സ്പെഷ്യൽ സോങ് എന്നുള്ള രീതിയിൽ ഇറക്കാം, യൂട്യൂബിൽ ഇടാം. പക്ഷെ വെറുതെ ഇറക്കിയിട്ട് കാര്യമില്ല, അത് കേൾക്കൂല. ഇന്നത്തെ കാലത്ത് വിഷ്വലും വേണം, പടം വേണം, എങ്കിൽ മാത്രമേ അതൊരു റീച്ചബിലിറ്റി ഉള്ളൂ. വീട്ടിൽ ഇപ്പം എല്ലാവരും ബിസിയാണല്ലോ, എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാനും. ഒരുപാട് യൂട്യൂബും എല്ലാം വന്നു കഴിഞ്ഞു. ഇതിനിടയിൽ ഒരു പാട്ട് ഹിറ്റാവാന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു വലിയ നാഷണൽ അവാർഡ് ഓസ്കാർ കിട്ടിയ പോലെയാണ് ഒരു പാട്ട് ഹിറ്റാവെന്ന് പറഞ്ഞാൽ. ഒരു വലിയ സന്തോഷം, ദൈവാനുഗ്രഹം. അതിപ്പോൾ ഒരു പാട്ട് ഹിറ്റാവെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഗോപി സുന്ദർ എന്നുള്ള സംഗീത സംവിധായകന്റെ പേരിൽ ഇറങ്ങുന്ന മിക്ക പാട്ടുകളും ഹിറ്റാണ്. അത് ഒരുപക്ഷെ ഞാനൊരു സാധാരണ പ്രേക്ഷകനെ പോലെ തിങ്ക് ചെയ്യുകയും അവര് കഴിക്കുന്ന ഭക്ഷണവും കഴിച്ച് അവരുടെ കൂടെ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് വേണ്ടത് നമുക്ക് ഈസി ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഒരു മ്യൂസീഷ്യനായിട്ട് മാറി നിന്നുകൊണ്ട് ഒരു പ്രേക്ഷകനെ കാണുന്ന ആളല്ല. ഞാനൊരു സാധാരണ പ്രേക്ഷകനായിട്ട് അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ സിനിമകൾക്ക് പോയി സാധാരണ ക്ലാസ് ടിക്കറ്റിലിരുന്ന് സിനിമ കണ്ട് വരുന്ന ആളാണ്. ഒരു പ്രൈവറ്റ് തിയേറ്ററിൽ പോയി കാണുന്നില്ല. എല്ലാവരും ജനങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്. എന്നും നമ്മൾ ജനങ്ങളുടെ ഒപ്പം സഞ്ചരിച്ചാൽ മാത്രമേ അവർക്ക് വേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ചിത്രത്തിന് സംഗീതം ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഗോപി അവരോട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട്, എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടിട്ടാണോ അവരെന്നെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹിറ്റ് ഉണ്ടാക്കുന്ന സംഗീത സംവിധായകരുടെ ഒരു ലിസ്റ്റിൽ ഞാൻ ഉള്ളത് കൊണ്ടാണോ അവരെന്നെ വിളിക്കുക? അങ്ങനെ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും എൻ്റെ പാട്ട് ഇഷ്ടമാണോ എന്നിട്ടാണോ എന്നെ സിനിമയിൽ വിളിക്കുന്നത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഫസ്റ്റ് ഞാൻ ബോധേഡായിരിക്കണം. ഞാൻ ലീസ് ബോധേഡാണ്. അതിനെപ്പറ്റിയൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ ആവേണ്ട കാര്യം പോലും ഞാൻ ചിന്തിച്ചൊരു കാര്യമല്ല. ആയിപ്പോയ പ്രോഗ്രാമറാണ്. അപ്പം പ്രോഗ്രാമിംഗ് കണ്ട് ഇഷ്ടപ്പെട്ടു. ഒരു അങ്ങനെ ഒരു അവസരം അങ്ങനെ സംഭവിച്ചു പോകുന്നല്ലോ. ഇപ്പൊ ഇങ്ങനെ ചോദ്യങ്ങളൊന്നും എന്റെ മനസ്സിലില്ല. ദൈവമാണ് നമുക്ക് ദൈവം നമുക്ക് ജോലി തരുന്നു, അത് ചെയ്യുക, അത് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് കിട്ടുന്നത് തന്നെ സന്തോഷം. ഇനിയിപ്പോ എന്നെ എടുത്തത് എന്തുകൊണ്ടാന്നുള്ളൊരു ചോദ്യം ചോദിക്കാനുള്ളൊരു തിങ്കിങ് പോലും ഇല്ല, അങ്ങനെ ഒരു ചിന്തയില്ല. കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. ഒരു സിനിമ നമുക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. സോ ഹാപ്പി ഫോർ ദാറ്റ്. ഇപ്പോൾ ഗോപി സുന്ദർ എന്ന സംഗീത സംവിധായകൻ ഒരു സിനിമയിൽ സംഗീതം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് പോലെ ഗോപിയുടെ പാട്ടുകൾ പാടാനുള്ള ഗായകയെ എങ്ങനെയാണ് അത് ഓൾറെഡി മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴും പുതിയ ഗായകരെ എനിക്ക് കണ്ടെത്തണം, അല്ലെങ്കിൽ പുതിയ ശബ്ദങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടോ? അത് വന്നു പെടുന്നതാണ്. ഇപ്പോൾ ഒരു ട്യൂൺ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇടന്ന് വരുന്നത് എനിക്കറിയില്ല. അതൊരു മൂഡിൽ നമ്മളിരിക്കുമ്പോൾ നമുക്ക് തോന്നിയാസം പോലെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ചില നിമിത്തങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നു. ചിലപ്പോൾ ഒരു ഹോണേഡിയുടെ സൗണ്ട് ആയിരിക്കും നമുക്ക് ഇൻസ്പയർ ചെയ്യുന്നത്, ഒരു കാക്ക കരയുന്ന സൗണ്ട് ആയിരിക്കും, അതിനൊക്കെ ഒരു ട്യൂൺ കിട്ടാറുണ്ട്. ചിലപ്പം ബാത്റൂമിൽ ഇരിക്കുമ്പോഴായിരിക്കും ട്യൂൺ വരിക. സോ അങ്ങനെ ഒരു
എല്ലാം ഒരു പ്രിപ്പയർഡ് ഫീലിംഗ് ഇല്ല. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സംഭവിക്കുന്ന പോലെ തന്നെ പാട്ടുകാരുടെ കാര്യം വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആരെങ്കിലും മുമ്പിൽ ഇരിപ്പുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിക്കും. അപ്പോൾ ഈ പാട്ട് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ആ സിംഗർ വിളിക്കുന്നത്, അതെ ഞാനിപ്പോൾ ഒരു പാട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പാടിയാന്നിരിക്കുന്നുണ്ട്, ബാബാ പാടിക്കുമെന്ന് പറയും. അപ്പം അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഓക്കെ ഇന്ന സിംഗർ പാടണം എന്നെ ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ഒന്നല്ല, ഇത് സംഭവിക്കുന്ന കൃത്യസമയത്ത് കൃത്യസ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നു. നമ്മുടെ സമയം നല്ല അല്ലെങ്കിൽ ആരും വിളിക്കില്ല, ഒന്നും നടക്കില്ല. എല്ലാം ഒരു ഡിവൈൻ പ്രോസസ്സാണ്. നമ്മളറിയാതെ നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുമ്പോഴാണ് സംഗീതം മനസ്സുകളിലോട്ട് എത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ എന്നും മനസ്സിൽ നിന്ന് തന്നെ ചെയ്യാൻ കഴിയട്ടെ എന്നാണ് പ്രാർത്ഥന, തലച്ചോറ് ഉപയോഗിക്കാതെ ഇരിക്കുക. അതെ അതെ. അപ്പോൾ ഇപ്പം എന്താ, ഒരുപാട് അഭിനേതാക്കളെ വെച്ചിട്ടും ഒരുപാട് പാട്ടുകൾ ഗോപിക്ക് പാടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട. എന്നാൽ ഇതുവരെ ആരും അവരെ കൊണ്ട് അങ്ങനെ പാടിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു മനസ്സ്, അതും ഗോപിയുടെ തന്നെ ഐഡിയ ആണോ, അല്ലെങ്കിൽ ആരെങ്കിലും? എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒക്കെ ഇതൊരു എന്താ പറയാ, ഒന്ന് ചെയ്തു നോക്കാം, ഒരു ചാലഞ്ച് പോലെ. ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് ആദ്യം ഞാൻ ഇതിനെ കരുതിയത്. എപ്പോഴും ഫേമസ് ആയിട്ടുള്ള പാട്ടുകാരെ പാടുന്നു, പെട്ടെന്ന് ഒരു ഹീറോയിന് ചേർന്ന് പാടുമ്പോൾ ഒരു കൗതുകത്തോടുകൂടി ആ പാട്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ എന്നുള്ളൊരു എന്താ പറയാ, അതിന്റെ തന്നെ പ്രൊമോ വീഡിയോസ് ബുദ്ധി എന്നൊക്കെ പറയാം അതിന്റെ പിന്നിൽ അതിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തന്നെ അറിയാതെ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം, ഇവരെല്ലാവരും നന്നായിട്ട് പാടുന്നവരാണ്. ദൈവാനുഗ്രഹിച്ച് എല്ലാവരും നന്നായിട്ട് പാടുന്നവരാണ്. കഴിവല്ല, പാടുന്ന കഴിവ് നമുക്ക് ട്രെയിനിങ്ങിലൂടെ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ ഭാവം കൊടുക്കാനുള്ള ഒരു സിദ്ധി പല ആക്ടേഴ്സിനും ഉണ്ട്. അവർ കൊടുക്കുന്ന ഒരു ക്യാരക്ടറിന് ഒരു ഭാവം കൊടുക്കുകയാണ് അവരുടെ ആക്ടിങ്ങിലൂടെ. എന്ന് പറഞ്ഞ പോലെ പാട്ട് പാടുമ്പോഴും അവർ കുറച്ച് പാടാൻ കഴിവുണ്ടെങ്കിലും എനിക്ക് വേണ്ടത് ആ ഭാവമാണ്. അപ്പം എനിക്ക് വേണ്ട ഭാവം കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി അത് പീപ്പിൾ എൻജോയ് ചെയ്യും. അതിന് വോയിസ് നമുക്ക് ശരിയാക്കി എടുക്കാം കമ്പ്യൂട്ടറിലൂടെ, അല്ലെങ്കിൽ പിച്ച് കറക്ഷൻസ് ചെയ്യാൻ പറ്റും, ടെമ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ, ശ്രുതിയും താളവും ഒക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും കമ്പ്യൂട്ടറിൽ ഇന്നത്തെ കാലത്ത്. പക്ഷേ ഭാവം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കമ്പ്യൂട്ടറിൽ ഒരിക്കലും ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല കമ്പ്യൂട്ടറിന്. അവിടെയാണ് മനുഷ്യനും കമ്പ്യൂട്ടറും തമ്മിലുള്ള വ്യത്യാസം. അത് തിരിച്ചറിഞ്ഞ് അതിനെ സ്വീറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും പാടാൻ കഴിയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ പാടാൻ വിളിച്ച ഒരു എന്താ പറയാ അഭിനേതാക്കളിൽ വിചാരിച്ചതിലും ഞെട്ടിച്ചു കളഞ്ഞ ഗായകനായിരുന്നു ദുൽഖർ തന്നെയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ദുൽഖർ പാടുന്നൊന്നും എനിക്കറിയില്ല. ആക്ച്വലി പേഴ്സണലി പോലും എനിക്ക് ദുൽഖറിനെ അറിയില്ല. എല്ലാം മാറി നിന്ന് ഒരു പ്രേക്ഷകനെ പോലെ ആരാധകരെ പോലെ തന്നെ ഞാൻ നോക്കിക്കണ്ടിരുന്ന വ്യക്തികളാണ് ഇവരെല്ലാവരും. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒന്നും പാടും. ഞാൻ ചോദിച്ചു ദുൽഖർ എപ്പോഴെങ്കിലും പാടിയിട്ടുണ്ടോ? ദുൽഖർ പറഞ്ഞു ഞാനിങ്ങനെ പാടിയിട്ടൊന്നുമില്ല, ബാത്റൂമിലൊക്കെ പാടാറുണ്ട്. ഓ ശരി, ബാത്റൂമിൽ പാടാറുണ്ടല്ലേ, ഞാൻ അതിന്നും പിടിപ്പിച്ചോളാം അങ്ങനെ കൊണ്ടുവന്ന. സോ ഞാൻ ടേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിരിക്കും, അല്ലെങ്കിൽ റഫായിട്ട് പാടി നോക്കുമ്പോഴൊക്കെ വളരെ അപശ്രുതിയിലാണ് ദുൽഖർ പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിളിച്ചു എന്റെ ഇന്ന് കാര്യം കഴിഞ്ഞ് ഇനി ഇതും വെച്ച് ഞാൻ ഇനി ഓട്ടോട്യൂണൊക്കെ ചെയ്ത് ഒരു 2 ആഴ്ച ഇരുന്ന് പണിയെടുത്ത് കൊണ്ടുവരണമല്ലോ ഈശ്വര എന്ന് പറഞ്ഞു. ഒറ്റയടിക്ക് പുള്ളി ടേക്കിൽ ഒരു ഫുൾ പല്ലവിയൊക്കെ പാടി തന്നു. ഞാൻ ശരിക്കും വണ്ടടിച്ചു. ഇന്നും എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർ, പുതിയ സിംഗർ, ഒരു ബെസ്റ്റ് സിംഗർ, ഒരു അടിപൊളി പാട്ട് പാടാനുള്ള സിംഗർ ആരാന്ന് വെച്ചാൽ ഞാൻ ദുൽഖറിനെ പറയും. ഇപ്പൊ ദുൽഖറിന്റെ പുതിയ സിനിമയിൽ പാടുന്നുണ്ട്, ഷാർലി എന്ന് പറഞ്ഞ സിനിമയിൽ പാടുന്നുണ്ട്. അത് കുറച്ച് ഡിഫിക്കൽട്ട് സോങ്ങുമാണ്. ദുൽഖർ അത് കേട്ടിട്ട് എന്നെ തിരിച്ചു വിളിച്ചിട്ടില്ല, എനിക്കറിയില്ല ഇനി വിളിക്കാന്നറിയില്ല. എങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി ദുൽഖറിനെ ബലമായി പാടിക്കാനുള്ള ഒരു ഉദ്ദേശത്തിൽ ഇരിക്കുകയാണ്. ജമുന പ്യാരിയിലെ 2 പാട്ടുകളിലേക്കുള്ള ഗായകരിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ജമുന പ്യാരിയിലെ വിജയ് യേശുദാസ് പാടിയിട്ടുണ്ട്. പിന്നെ ഒരു തമിഴ് പോർഷൻ ഉണ്ട്, ആ പോർഷൻ പാടാനായിട്ട് ജാസി ഗിഫ്റ്റ് പാടിയിട്ടുണ്ട്. പിന്നെ തുടക്കം മാംഗല്യം ആ പാട്ടിൽ പാടിയിട്ടുള്ള ദിവ്യ പാടിയിട്ടുണ്ട്. ഇവർ 3 പേരും കൂടിയാണ് അതിൽ ഒരു മുരുകപ്പ എന്നുള്ളൊരു പാട്ടുണ്ട് ആ പാടിയിരിക്കുന്നത്. സോ അതൊരു ഫെസ്റ്റീവ് സോങ് ആണ്. ഒരു എന്താ പറയുക, പടയപ്പേലൊക്കെ വരുന്ന പോലെ ഒരു ബീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. ഒരു പക്ക കമേഴ്ഷ്യൽ അടിപൊളി പാട്ടാണ്. സോ അത് ആളുകളിപ്പം റേഡിയോസിലൊക്കെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് റേഡിയോയിലൊന്നും കേൾക്കാൻ പറ്റൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ഓഡിയന് അത്രയും വളരെ ഹാപ്പി ആയിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടൊന്നും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എനിക്കത് വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നി. ഈ പടം വിജയിച്ചതിലൂടെ ആ പാട്ടും ആളുകൾ കേൾക്കാൻ തുടങ്ങി. പിന്നെ ഒരു പാട്ടുള്ളത് സച്ചിൻ വാര്യർ, മക്ബൂൽ, പിന്നെ ഞാനും കൂടി ചേർന്നിട്ട് പാടിയിട്ടുള്ള ഒരു ജമുന പ്യാരി ജമുന പ്യാരി നിന്നെ തേടി സവാരി എന്നൊരു പാട്ടുണ്ട്. സോ അതിൻ്റെ ലൈൻസ് ആയിട്ട് നാരായണൻ എഴുതിയിരിക്കുന്നത്.
അത് വളരെ ക്യാച്ചി ആയിട്ട് തോന്നി. അത് പടത്തിന്റെ മൂഡിൽ വളരെ യാത്രകളിലൊക്കെ വരുന്നൊരു പാട്ടാണ്. പിന്നെ ഉള്ളതാണ് വാസൂട്ട് പിന്നെ ഒബ്വിയസ്ലി അറിയായിരുന്നു, അത് ചെയ്യുമ്പോൾ തന്നെ ഒബ്വിയസ്ലി നമുക്ക് അറിയാമല്ലോ, കോമൺ പൾസ് അറിയുന്നതുകൊണ്ട് തന്നെ അത് ഷുവർ ഹിറ്റായിരിക്കും അറിയാം. അപ്പോൾ എന്തായാലും ജമുന പ്യാരിയാണ് ഇപ്പോൾ റിലീസായിട്ട് മുന്നിലെത്തിയിരിക്കുന്ന ചിത്രം. ഇനി ഏതൊക്കെ സിനിമകളാണ് പുതിയതായിട്ട് വരാനിരിക്കുന്നത്? ഞാൻ ആക്ച്വലി ഇപ്പൊ തെലുങ്കിലോട്ട് പതുക്കെ കാല് വെച്ചിട്ടുണ്ട്. ഒരു കാല് തെലുങ്കിലുണ്ട്, ഒരു കാല് അരക്കാല് തെലുങ്കിലുണ്ട്. കാല് വെച്ചപ്പോ തന്നെ ഒരു 5 പടം കമ്മിറ്റ് ആയി. പിന്നെ തമിഴിലും ഉണ്ട് ഒരു കാലിന്റെ ഇത്തിരി ഭാഗം, കുറച്ച് തമിഴിലുണ്ട്. തമിഴില് 2 പടം ഉണ്ട്. അപ്പോൾ മലയാളത്തില് ഒബ്വിയസ്ലി മലയാളത്തിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ കാല് മലയാളത്തിലാണുള്ളൂ. സോ മലയാളത്തിൽ ഇപ്പം ഞാൻ അടുത്ത് വരാനിരിക്കുന്ന ഉറുമ്പുകൾ ഉറങ്ങാറില്ല, പിന്നെ എബ്രിഡ് ഷാൻ്റെ ആക്ഷൻ ഹീറോ ബിജുവിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ ഒരു പാട്ടും എന്താ ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ഉള്ള പടം ദുൽഖറിന്റെ പടം ചാർലി, പിന്നെ വേറെ കുറച്ച് സിനിമകളുണ്ട്. അത് അനൗൺസ് ചെയ്യാറാവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് പറയുന്നത്. അതെ, അനൗൺസ് ചെയ്യുന്ന പലതും പേരിട്ടിട്ടില്ല, എല്ലാം വർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് കമ്പോസിഷൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ പല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ പോട്ടെ എന്നാണ് പ്രാർത്ഥന. തീർച്ചയായിട്ടും. അപ്പോൾ ജമുന പ്യാരിക്ക് എന്തായാലും വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. ആസ് യൂഷ്വൽ എല്ലാ പ്രേക്ഷകരുടെയും മനസ്സ് കീഴടക്കിയ പാട്ടുകളാണ്. ഏറ്റവും ഹിറ്റായ പാട്ടാണ് അതിൻ്റെ പ്രോമോ സോങ് എന്ന് പറയുന്നത്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അത് റെസ്പോൺസ്, അല്ല ഏറ്റവും കൂടുതൽ വിളിച്ച് അഭിനന്ദിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കുട്ടികളായിരിക്കും. അങ്ങനെ പറയാൻ എവിടെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഗോപി ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ എവിടെയൊക്കെ നമ്മൾ തന്നെ ഒരുപാട് പ്രാവശ്യം പലയിടങ്ങളിൽ വെച്ച് അതെ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ആദ്യം ഓടി ഫോട്ടോ എടുക്കാനും വിശേഷങ്ങൾ ചോദിക്കാനും ഗോപിയുടെ അടുത്ത് ഓടി എത്തുന്നത് കുട്ടികളാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവർ അച്ഛനമ്മമാർ വരും, നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഫാനാണ് കേട്ടോ. അപ്പം അച്ഛനും അമ്മയുടെ അല്ല, കുട്ടികളുടെ ഇഷ്ടമാണ്. അവർ വീട്ടിൽ എൻ്റെ പാട്ടുകൾ പാടുന്നു. പലപ്പോഴും പല അച്ഛനമ്മമാരും എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ ഫാൻ ഞങ്ങളല്ല, ഇവരാണ് നിങ്ങളുടെ ഫാൻ. ഞാൻ റിയലി ഹാപ്പി ദാറ്റ് ഒരു നെക്സ്റ്റ് ജെൻ എന്നുള്ള രീതിയിൽ, ന്യൂ ജെൻ അല്ല, ഒരു കുട്ടികൾ വളർന്നു വരുമ്പോഴും അവർക്ക് ഇന്ന് ചെറുപ്പത്തിൽ കേട്ടിട്ടും അവരെ അട്രാക്ട് ചെയ്തിട്ടുള്ള പാട്ടുകൾ ചെയ്ത ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ അവരുടെ ഒരു യൗവനകാലത്ത് എന്നും അവരെന്നെ ആലോചിക്കും എന്നുള്ളൊരു, അതൊരു വലിയ അവാർഡാണ്. ഒരിക്കലും വളരെ റെയറായിട്ട് കിട്ടാവുന്ന ഒരു അവാർഡാണ്. ഒരിക്കലും ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയ പോലും അത്രയും സന്തോഷിക്കാൻ കഴിയില്ല. അത്രയും ഹാപ്പിയാണ് കുട്ടികളെ അത് റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ. നിഷ്കളങ്കമായിട്ടുള്ള അഭിപ്രായമാണ് വരുന്നത്, ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം കിട്ടുന്നത് കുട്ടികളുടെ അടുത്തുനിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ജമുന പ്യാരി പോലെ അതിന് മുമ്പ് ഇറങ്ങിയ ഹിറ്റുകൾ പോലെ ഒരുപാട് ഹിറ്റുകളുമായി ഗോപി സുന്ദർ ഇനിയും മലയാളം, തമിഴ്, തെലുഗു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇത്തരം സിനിമകളിലൂടെ ഇനിയും നല്ല നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും നല്ല നല്ല സിനിമകൾ വരട്ടെ. അതെ, നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവട്ടെ. എങ്കിൽ മാത്രമേ ഞങ്ങൾ പോലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ ഏതൊരു ടെക്നീഷ്യനും വളരാൻ സാധിക്കുകയുള്ളൂ. ഒരേ ടൈപ്പ് മോണോട്ടണസ് സിനിമകൾ വന്നുകൊണ്ടിരുന്ന ഈ ചെയ്ത മ്യൂസിക്കിനെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ പുതിയ ആശയങ്ങൾ വരട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥന. അത് ജനങ്ങളുടെ ഒപ്പം അവരുടെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ താങ്ക് യു ഗോപി. ഇനി പുതിയ ചിത്രം ഇറങ്ങുമ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെ ജമുന പ്യാരി എല്ലാവരും കാണുക അല്ലേ? ഇനിയും ഗോപിയുടെ മ്യൂസിക്കിനെ സപ്പോർട്ട് ചെയ്യുക. പുതിയ ഹിറ്റുകളുടെ പണിപ്പുരയിലാണ്. ഉടനെ തന്നെ പാട്ടുകളായിട്ട് എത്തും. താങ്ക് യു ഗോപി. താങ്ക് യു സോ മച്ച്.